ഹലോ ഗായ്സ്, എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. കാലിക്കറ്റ് എയർപോർട്ടിനുള്ളിലാണുള്ളത്. ബോർഡിംഗ് പാസ് ഇട്ട് നേരെ മൈഗ്രേഷൻ കൗണ്ടറിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. അവിടെ പോയി ക്യൂ നിന്ന് അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് നമ്പർ 1 പോയിരുന്നു. അങ്ങനെ ഫൈനലി ഫ്ലൈറ്റിനുള്ളിൽ കയറി നമുക്ക് സീറ്റ് പോയിരിക്കാം. എൻ്റെ സീറ്റ് വരുന്നത് വിൻഡോ സൈഡാണ്. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല, രാത്രിയായതുകൊണ്ട് ഫുള്ളി റെഡായിരുന്നു. ഫൈനലി ഫ്ലൈറ്റ് പുറപ്പെടാനായി അവരവരുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഞാൻ കേട്ടും അടുത്ത് ഇനി കുറച്ച് നിങ്ങൾ കേൾക്ക്. അപ്പോൾ ശരി, ഇനി നമുക്ക് ഉമ്മാനെ കാണാം. അങ്ങനെ മസ്കത്ത് എയർപോർട്ടിലെത്തി അവിടുത്തെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. മസ്കത്ത് നിന്ന് സലാലക്ക് അറൗണ്ട് 12-13 മണിക്കൂർ യാത്രയുണ്ട്. രാത്രിയായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അങ്ങനെ മോർണിംഗ് ആയി ബസ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. അങ്ങനെ സൺറൈസും കണ്ട് അങ്ങനെ ഇവിടുന്ന് ഫ്രഷൊക്കെ ആയി ഇവിടുന്ന് ചായയും റൊട്ടിയും കഴിച്ചു. ഇത് ഞാൻ ബസ്സിന് പരിചയപ്പെട്ട ഫ്രണ്ടാണ്, തൃശ്ശൂരാണ് ഇവന്, റോഷൻ. ഞങ്ങൾ 3 ആൾക്കാരായിരുന്നു മലയാളികളായിട്ടുള്ളൂ, ബാക്കിയെല്ലാം പാകിസ്ഥാനികളായിരുന്നു. ഇതാണ് ഇയാളെ ബസ് വരുന്നത്, GTC. ഇത് സലാല ടൗണിൽ തന്നെ കൊണ്ടുപോയി നിർത്തും. അവിടെ നിന്ന് അരിത്താണ് എൻ്റെ റൂം വരുന്നത്. അങ്ങനെ ബസ്സിൽ കയറി പിന്നെ ഫുള്ള് മരുഭൂമിയായിരുന്നു. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, എവിടെ നോക്കിയാലും മരുഭൂമി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്ക് യാത്ര നടത്തണം. ആ യാത്രയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇവനുള്ളതുകൊണ്ട് എനിക്ക് ബോറടിച്ചേക്കില്ല. ഇവൻ നല്ല കമ്പനിയായിരുന്നു. പിന്നെ ഫോൺ ഓഫാകുകയും ചെയ്ത് പിന്നെ റൂമിലെത്തി. അപ്പോഴത്തേക്ക് നൈറ്റായി. ഇതെൻ്റെ ടെറസിലുള്ള വ്യൂ ആണ്. അങ്ങനെ നൈറ്റായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ ഒരു ഫാത്തിമ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഏകദേശം സ്ഥലമുള്ള മലയാളികളൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ ഞാൻ കണ്ടിക്ക്. ഈ റെസ്റ്റോറൻറ്റിലാണ് വരുത്ത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിറങ്ങി പിന്നെ നമുക്ക് റൂമിലേക്ക് നടക്കണം. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം. ഗുഡ് നൈറ്റ്.